ഇനി നമ്മൾ ഒരു പ്രായം കൂടെ അറിയേണ്ടത് പ്രഗ്നൻസി. ഒരു ഗർഭിണിയാണ്, ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയായത് നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ അമ്മമാരാരെങ്കിലും ഉണ്ടോ? സ്ത്രീകളിരിക്കുന്നു. അവിടെ ഒരു മൈക്ക് കൊടുക്കാമോ? മൈക്കുണ്ടോ? സാധാരണ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും അല്ലേ? ആദ്യത്തെ 3 മാസം, അടുത്ത 3 മാസം, അതിൻ്റെ അടുത്ത 3 മാസം. പ്രസവത്തിൻ്റെ ഓരോ രീതിയാണ്, ഘട്ടങ്ങൾ അല്ലേ? അപ്പോൾ 6 മാസം കഴിയുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ അഡ്വൈസ് ഡോക്ടർ തന്നതായിട്ട് ഓർമ്മയുണ്ടോ? പറഞ്ഞാൽ മതി. ഇപ്പൊ ഓർക്കുന്നില്ല. എന്താ? ഇപ്പൊ ഓർക്കുന്നില്ല. ഇപ്പൊ ഓർക്കുന്നില്ല. എന്നാലൊരു കുട്ടി ഇപ്പൊ പ്രഗ്നന്റ് ആണ്, മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളായിക്കോട്ടെ, പോട്ടെ, നിങ്ങൾ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്, 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, എന്ത് പറയും? അവിടെ ഓർമ്മയുള്ള ഏതെങ്കിലും അമ്മമാരുണ്ടോ? ഇപ്പൊ പ്രസവം കഴിഞ്ഞ ആരെങ്കിലും? അതാ ഇവിടെ കൊടുത്തോളൂ മൈക്ക്. ഇപ്പം വെരി ഗുഡ്. ചരിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞു അല്ലേ? എത്ര മാസം കഴിഞ്ഞപ്പോഴാ പറഞ്ഞത്? 6 മാസം. 6 മാസം കഴിഞ്ഞ്. എന്തിനാ പറഞ്ഞെന്നറിയാമോ? കുഞ്ഞിന് ഉറങ്ങുമ്പോ. അടുത്തയാള് ചരിഞ്ഞ് കിടന്ന ആളാണെന്ന് തോന്നുന്നു. വേറെ ചരിഞ്ഞ് കിടന്ന വ്യക്തികൾക്ക് ആർക്കും പറയാം, അല്ലെങ്കിൽ ചരിയാൻ പോണ വ്യക്തികൾക്കും പറയാം. ഇല്ല, അവിടെ പറയാമോ? ചരിഞ്ഞ് കിടക്കണോ പറഞ്ഞ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്തിനാ ചരിഞ്ഞ് കിടന്ന്? ഡോക്ടർ പറഞ്ഞു അങ്ങ് ചരിഞ്ഞ് കിടന്നു, മൂവ്മെന്റ്സ് കിട്ടാൻ. ബേസിക്കലി കുട്ടികളും ഉണ്ട്, ചെറുപ്പക്കാരും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഹൃദയത്തിൽ ബ്ലഡ് നിറഞ്ഞാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, ഹൃദയത്തിൽ നിറയുന്ന രക്തം എന്ന് പറഞ്ഞാൽ ഡീ ഓക്സിനേറ്റഡ് ബ്ലഡ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ രക്തം ഹൃദയത്തിൽ നിറയുകയും നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ചുരുങ്ങുന്ന സമയം പമ്പ് ചെയ്ത് ഓക്സിനേറ്റഡ് ബ്ലഡ് ആണ് പുറത്തു പോകുന്നത്. ഐ തിങ്ക് സ്കൂൾ പിള്ളേരും ഉണ്ട്. നിങ്ങളൊക്കെ +2 കഴിഞ്ഞ് ഏത് പഠിക്കുന്ന പിള്ളേരാ? ആ ഏരിയ ഏതാ? നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. എന്നിട്ടാണ് വൈൻ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കോളേജാ? മെഡിക്കൽ കോളേജ്. ഓക്കെ, പറഞ്ഞു. എന്താ അതിന്റെ ഫിസിയോളജി? ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സാ. രക്ഷപ്പെട്ട് കയറിയിട്ടേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇതിന് മെഡിക്കലി പറയും സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിനകത്ത് നിറഞ്ഞിട്ടാണ് പുറത്ത് പമ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പം അതിന് നമ്മൾ തഴയുടെ ഭാഗത്തുനിന്ന് വരുന്ന രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ വീന കാവ, താഴ്ഭാഗത്തുനിന്ന് വരുന്നത് തഴയെന്നുള്ളത് സുപ്പീരിയറും താഴെ എന്നുള്ളത് ഇൻഫീരിയർ. ഹൃദയം ഇവിടെ ഇരിക്കുന്നു. അപ്പം രക്തം ഇങ്ങനെ വന്നാണ് നിറഞ്ഞിട്ട് പിന്നെ പുറത്ത് ഓക്സിനേറ്റ് ചെയ്ത് പുറത്തു പോകും. അപ്പോൾ ഇവിടെ ഗർഭിണി, പൂർണ്ണ ഗർഭിണി 6 മാസം കഴിഞ്ഞാൽ വയറിങ്ങനെ വീർത്തിരിക്കുകയാണ് അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റുള്ള സമയത്ത് നമ്മൾ ഒരു രാത്രി ഉറങ്ങുന്ന സമയം കൂടുതൽ നേരം കിടന്നാൽ ഈ വെയിറ്റ് കൊണ്ട് ഇവിടെ പോകുന്ന രക്തക്കുഴലിൽ അമർന്നിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അതിനകത്ത് നമ്മൾ പ്രഷർ ആ വെയിറ്റ് കൊണ്ട് അമർന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ നിറയണ രക്തം കുറയോ കൂടുവോ? കുറയും അല്ലേ? നാച്ചുറലി. അപ്പം ഹൃദയത്തിൽ പുറത്തോട്ട് പോകണോ കൂടുവോ കുറയോ? അതും കുറയും. അപ്പം അമ്മയ്ക്ക് എന്ത് സംഭവിക്കും? പ്രഷർ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അമ്മയുടെ പ്രഷർ താഴുമ്പോൾ എന്ത് സംഭവിക്കും? കുഞ്ഞിന് രക്തോട്ടം കിട്ടുന്നത് കുറയോ കൂടുവോ? കുറയും. അപ്പം രാത്രി കൂടുതൽ സമയം ഒരേ രീതി നിവർന്ന് കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് രക്തോട്ടക്കുറവ് സംഭവിക്കുകയും അങ്ങനെ കുഞ്ഞിന് അപകടം വരാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് കഴിവതും നമ്മൾ കൂടുതൽ സമയം കിടക്കുമ്പോൾ ഇടത്തോട്ട് ചരിഞ്ഞ് കിടക്കാൻ പറയുന്നത്. മനസ്സിലായോ? ലെഫ്റ്റ് ലാറ്ററൽ പമ്പ്. അപ്പോൾ ഇവിടെയും ചരിവ് ഇടത്തോട്ടാണെന്ന് ഓർക്കുക, ഇടത്തോട്ട് തന്നെ ചരിച്ച് കിടത്തുക. ഇപ്പം മനസ്സിലായോ? ഇനി തയ്യാറാണല്ലോ? അടുത്തതിന് ചരിഞ്ഞ് കിടക്കുമ്പോൾ എന്താണെന്ന് അറിഞ്ഞ് ചരിയാം അല്ലേ? എത്ര പിള്ളേരുണ്ട്? 2 ആയി. അപ്പോൾ 3-ാമത്തേന് ഓർക്കുക. ഓക്കെ.